അല്ല സുമതി, നീ എന്തെങ്ങനെ ആലോചിക്കുന്നത്? മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത്? അയ്യേ, മരണത്തെക്കുറിച്ചാ? നീ മാത്രമേ മരിക്കത്തുള്ളൂ, നമ്മളാരും മരിക്കത്തില്ലേ? പലതും ആലോചിച്ച് കാണുന്ന പണിയെടുത്തൊരു പെണ്ണെ. ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയില്ല. മരണശേഷം നമ്മുടെ ആത്മാവ് എവിടേക്കാ പോവാ നിങ്ങൾക്കറിയോ? പിന്നെ മരണശേഷം ഞങ്ങൾ എങ്ങോട്ടാ പോവാ? ഓടി പെണ്ണെ, മരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെല്ലാം കഴിഞ്ഞ് അങ്ങനെയുള്ള ലോകമേ ഇല്ല. ആത്മാവില്ല, ഒരു മണ്ണാങ്കട്ടി ഇല്ല. ആര് പറഞ്ഞു ആത്മാവില്ലാന്ന്? നമ്മുടെ ശരീരത്തിൽ ആത്മാവുണ്ട്. മരണശേഷം നമ്മുടെ ആത്മാവ് വേറെ ലോകത്തേക്കാ പോവാ. ആ ലോകത്തെപ്പറ്റി അറിഞ്ഞാൽ നമ്മൾ മോഹാലസ്യപ്പെട്ട് വീണുപോകും. അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നോ? തിളച്ചുമറിയുന്ന എണ്ണകളുണ്ട്, കത്തുന്ന ഗന്ധമുണ്ട്. ഇതിലിട്ടാണ് സാത്താൻ നമ്മളെ പീഡിപ്പിക്കുക. അവന്റെ രൂപം കണ്ടാൽ പേടിച്ച് വിറച്ചു പോകും. നീ കണ്ടിനാ രൂപത്തെ? സാത്താന്റെ രൂപത്തെ പറ്റി വർണ്ണിച്ചേ? പിന്നെ സാത്താൻ ഓലക്ക. ഞാൻ കണ്ടതാ സാത്താനെ. അവന്റെ രൂപത്തെ പറ്റി ഞാൻ വർണ്ണിക്കാം. അവന്റെ രൂപം എന്ന് പറഞ്ഞാൽ ആചാനുബാഹുവായ രൂപമാണ്. പിന്നെ അവന്റെ ശരീരമാകെ രോമം കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്നതാണ്. അവന്റെ കൈകാലുകൾ എന്ന് പറഞ്ഞാൽ കരടിയുടെ കൈകാലുകൾക്ക് സാമ്യം. അവന്റെ കണ്ണുകൾ വെള്ള നിറത്തിലുള്ള ചതുരക്കണ്ണാണ്. പിന്നെ അവന്റെ പുറകിൽ നീണ്ടു നിവർന്ന വലിയൊരു വാലുണ്ട്. പിന്നെ അവന്റെ ചെവി എന്ന് പറഞ്ഞാൽ ആനയുടെ സമമുള്ള വലിയ ചെവിയാണ്. ഈ രൂപത്തെ കണ്ടാൽ ആരും പേടിച്ചു പോകത്തില്ലേ? അവന്റെ കയ്യിൽ നമ്മുടെ കുറ്റങ്ങൾ നിർത്തുന്ന നീണ്ട ഒരു ലിസ്റ്റ് ഉണ്ട്. പിന്നെ അവന്റെ കയ്യിൽ മൂർച്ചയേറിയ വലിയൊരു ചാട്ടവാറുണ്ട്. ആ ചാട്ടവാറിനാൽ നമ്മുടെ ആത്മാവിനെ അവൻ വേദനിപ്പിക്കും. അയ്യോ, ഇതൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നുക. അപ്പോൾ മരണത്തെ ഭയക്കുക തന്നെ വേണല്ലേ? ഇല്ല, എനിക്ക് മരിച്ചെടുക്കാൻ പേടിയാകുന്നു. എനിക്ക് മരണത്തെ ഭയമാകുന്നു. സഹോദരി, മരണത്തെ ഭയപ്പെടുക തന്നെ വേണം. മരണത്തിലൂടെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് സർവശക്തനായ യേശുപിതാവ് ഇന്ന് ദൈവരാജ്യത്ത് ജീവനോടെ വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ പ്രാർത്ഥിക്കുക.